ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാധാരണ നമ്മളെ കിഡ്സിൻ്റെ ഒക്കെ ഫ്രോക്കിന് പീറ്റർ പാൻ കോളർ വെക്കില്ലേ, അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കിഡ്സിൻ്റെ ഫ്രോക്കിന് ഇതുപോലത്തുള്ള കോളർ വെച്ചാൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ 6 വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കഴുത്ത് നമ്മൾ 2.5 ഇഞ്ച് വിഡ്ത്തും 3 ഇഞ്ച് ലെങ്ത്തും ഉള്ള ഒരു കഴുത്താണ് നമ്മളിവിടെ വെട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ തുണി എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി വയ്ക്കുക. നമ്മുടെ ഫ്രോക്ക് കട്ട് ചെയ്തേക്കുന്ന തുണി രണ്ടായിട്ട് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഏത് തുണിയിൽ നിന്നാണോ കോളർ വെക്കേണ്ടത് ആ തുണി 2 പീസ് എടുത്തിട്ടുണ്ട്, അതൊന്ന് മടക്കി വയ്ക്കുക. അപ്പോൾ മൊത്തം 4 പീസ് വരും. നിങ്ങൾക്ക് ഇതുപോലത്തെ 2 പീസ് ഇല്ലെങ്കിൽ 1 പീസായാലും മതി. താഴെ സെയിം കളർ ലൈനിങ് ആയാലും മതി. അടിഭാഗത്തേക്ക് വരുന്ന ഭാഗം ലൈനിങ് വെച്ചിട്ടായാലും തയ്ക്കാം. ഇനി നമ്മുടെ ഈ നെക്ക് എടുത്തിട്ട് കറക്റ്റ് ആ തുണിയിലേക്ക് വെച്ചിട്ട് ആ കഴുത്തൊന്ന് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ ഫ്രണ്ട് സൈഡിൽ മാത്രമേ കോളർ വയ്ക്കുന്നുള്ളൂ, ബാക്ക് സൈഡിലേക്കില്ല. നിങ്ങൾക്ക് ബാക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള 2 പീസുകൾ എക്സ്ട്രാ വേറെ വെട്ടിയെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഫ്രണ്ടിലേക്ക് വെക്കുന്നതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ 2.5 ഇഞ്ചാണ് വിഡ്ത്ത് ഉദ്ദേശിക്കുന്നത് കോളറിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി 3 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ അംബ്രല്ല ഫ്രോക്കല്ല, അംബ്രല്ല സ്കേർട്ടൊക്കെ വെട്ടില്ലേ, അങ്ങനെ വെട്ടാനായിട്ട് ഞങ്ങളെങ്ങനെയാണോ മാർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആ നെക്കിൻ്റെ അവിടെ നിന്ന് ആ ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ പോയിൻറ്റുകൾ മാർക്ക് ചെയ്യുന്നിട്ട് അതൊന്ന് റൗണ്ട് ചെയ്ത് വരയ്ക്കുക. ഇനി അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോഴും കറക്റ്റ് റൗണ്ട് ആയിരിക്കണം, അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കറക്റ്റ് വിഡ്ത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ ആ കോർണർ വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് വെട്ടുക. അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുക്കുക. ആ ഒരു ഭാഗമാണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ അത് നല്ല ഭംഗിയൊക്കെ ഇരിക്കാനാണ്, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പുറം ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ കഴുത്തിനോട് ജോയിൻ ചെയ്യുന്ന ഭാഗമല്ലാതെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കഴുത്തിനോട് ചേരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഈ പുറമേ ഉള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്കിതിന് ക്യാൻവാസ് ഒന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം അത്യാവശ്യം കട്ടിയുണ്ട് 2 പീസും കൂടെ വരുമ്പോൾ. അപ്പോൾ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ചെറിയ ചെറിയ കട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം. നല്ല രീതിയിൽ അയൺ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് പതിഞ്ഞ് അവിടെ ഇരുന്നോളും. ഇനി നമ്മുടെ നെക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കോളറിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ 2 കോളറും നമുക്ക് 2 സൈഡിൽ നിന്നും വെച്ച് കൊടുക്കാം. അപ്പോൾ സെൻറ്ററിൽ ഒരു 1/4 ഇഞ്ച് ഒരു ഗ്യാപ്പ് വരും. എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സാധാരണ ബാക്ക് സൈഡിലും ഇതുപോലെ കോളർ വരാറുണ്ട്. ഇതേപോലെ 2 പീസ് ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ തന്നെ കോളർ വെട്ടിയിട്ട് ബാക്ക് സൈഡിലും പിടിപ്പിച്ച് കഴിഞ്ഞാൽ ബാക്ക് സൈഡിലുമായി. ഞാനിപ്പോൾ ബാക്ക് സൈഡിൽ ഓപ്പൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കോളർ ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൻ്റെ ഷോൾഡർ 2 ഒന്ന് ജോയിൻ ചെയ്യുക. ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കൂടെ വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മുടെ ആ ഒരു ബാക്ക് സൈഡിൽ നമ്മൾ ഓപ്പൺ കൊടുത്തേക്കണ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കവർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ചെറിയ പീസ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ പീസാണ്. എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു പീസ് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു വി ഷേപ്പിൽ. എന്നിട്ടത് തുണിയുടെ നല്ല വശത്ത് വെച്ച് അടിക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നല്ല വശത്ത് വെച്ച് അടിക്കുക. കോർണർ വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് തിരിച്ച് മുകളിലേക്ക് അടിക്കുക. അടിച്ചതിന് ശേഷം അത് ഉള്ളിലേക്ക് മറിച്ചിട്ടിട്ട് പതിച്ചടിക്കുക. ഇനി വേണ്ടത് നമുക്ക് ക്രോസ് പീസുകളാണ്. നമ്മുടെ കഴുത്ത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് ക്രോസ് പീസുകളെല്ലാം കൂടെ ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ സൈഡൊന്ന് മടക്കി അടിക്കുകയാണ്. ഞാനൊരു പൈപ്പിംഗ് പോലെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് സൈഡ് മടക്കി അടിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഒരു 1/2 ഇഞ്ച്
വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഏറ്റവും ബാക്ക് സൈഡിൽ നിന്ന് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളത് ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെക്കണ്ട. കുറച്ച് കാണാൻ പാകത്തിന്, പൈപ്പിംഗ് ആകുമ്പോൾ കുറച്ചൊരു കാണണമല്ലോ, 4 ഇഞ്ച് കാണാൻ പാകത്തിന് മടക്കി ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ നമ്മൾ ഒരു 1/2 ഇഞ്ച് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതുണ്ടല്ലോ, അതൊക്കെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണിത്. അതുപോലെ തന്നെ വളരെ എളുപ്പവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ആ ഒരു പീസ് ഉള്ളിലേക്ക് ഫുള്ളായിട്ട് മടക്കി വെച്ചതിന് ശേഷം കഴുത്തൊന്ന് ഫിനിഷ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നൂല് പൊട്ടിപ്പോയി. നൂല് പൊട്ടൽ വലിയൊരു ചടങ്ങാണ്. ഇനി ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കും. ഒരു 4 ഇഞ്ച് പടി പോലെ വന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴി ഉണ്ടല്ലോ, കൈക്കുഴി അതുപോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ മടക്കി സ്റ്റിച്ച് ചെയ്താലും മതി. ഞാനിവിടെ ക്രോസ് പീസൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ബോഡി ഒന്ന് ഷേപ്പ് ചെയ്യാം. ബോഡിയുടെ അളവ് വരുന്നത്, ചെസ്റ്റ് അളവ് വരുന്നത് 14 ഇഞ്ചാണ്. വേസ്റ്റ് വരുന്നത് 16.5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അങ്ങനെ വെച്ചതിന് ശേഷം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴ്ഭാഗവും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എക്സ്ട്രാ ഉള്ള തയ്യൽ തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമ്മുടെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫ്രോക്കാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.